നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 730th day. Today 10th sloka of Pradhamaskanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 730ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. സൂതോ ഉവാച. ആത്മാ രാമാശ്ച മുനയോ നിർഗന്ധ അപര്യുക്രമേ കുർവന്ത്യഹീതുകീം ഭക്തിം ഇത്തം ഭൂത ഗുണോഹരി. ഓം തത്സത്. സൂത ഉവാച. ആത്മാ രാമാശ്ച മുനയോ നിർഗന്ധ അപ്യുരുക്രമേ കുർവന്ത്യഹൈതുകീം ഭക്തിം ഇത്തം ഭൂത ഗുണോഹരി. ഓം തത്സത്. ആത്മാ രാമ ച മുനയഃ നിർഗന്ധ അഭി ഉരുക്രമേ കുർവന്തി അഹൈതുകീം ഭക്തി ഇത്തം ഭൂതഗണ ഹരി. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. അതായത് ആത്മാരാമ, ആത്മാവിൽ രമിക്കുന്ന, മുനയജ, മുനികളും, നിർഗന്ധ അഭി, ഗന്ധി നശിച്ചവരാണെങ്കിലും, ഉരുക്രമേ, വീരശാലിയായ ഹരിയിൽ, അഹൈതുകി, കാരണത്തോട് കൂടാത്തതായ ഭക്തിയെ കുർവന്തി ചെയ്യുന്നു. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു. ഇത്തം ഭൂതഗുണ, ഇപ്രകാരമുള്ള ഗുണത്തോട് കൂടിയവനാകുന്നു. അതായത് മുനികൾ ഹൃദയത്തിലുള്ള അഹങ്കാരം മുതലായ ഗ്രന്ഥികൾ നശിച്ചവരായതിനാൽ അവരെപ്പോഴും പരമാത്മാവിൽ രമിക്കുന്നവരാണ്. എങ്കിലും പവിത്രമായ ഭഗവാനിൽ ഫലേച്ഛയില്ലാത്ത ഭക്തിയുള്ളവരാകുന്നു. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്രകാരം ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ വേണ്ടി വലുതായ ഭാഗവതത്തേക്ക് പഠിക്കുകയും രചിക്കുകയും ചെയ്യുന്നു. വിഷയേച്ഛയുള്ളവരുടെയും വിരക്തന്മാരുടെയും മനസ്സിനെ അപഹരിക്കാൻ തക്ക ഗുണമുള്ളവനാകുന്നു ശ്രീഹരി. ഭഗവാൻ വിഷയസുഖം ഉള്ളവരും വിഷയസുഖം ഇല്ലാത്തവരുടെയും ഹൃദയത്തെ ഒരുപോലെ ഹരിക്കുന്നു. ശൗനകാദികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചു, എന്തിനാണ് ഇപ്രകാരം എല്ലാ അറിവുമുള്ള വ്യാസമഹർഷി ഇപ്രകാരം എന്നെ കേട്ട് ഒരു ഗ്രന്ഥത്തെ രചിച്ചത്? അദ്ദേഹത്തിന് എല്ലാം അറിയുന്നതല്ലേ, പിന്നീട് എന്തിനാണ് ഇപ്രകാരമൊന്ന് പഠിച്ച് ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ പറയുകയാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ എപ്പോഴും പ്രവർത്തിക്കുന്നവരാകുന്നു. അവർക്കായിട്ടൊന്നും അറിയാനില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്ന അവർ, ഫലേച്ഛയില്ലാത്ത ഭക്തിയോട് കൂടിയ അവർ ഇപ്രകാരം ചെയ്യുന്നു. അവർക്ക് ഒന്നും ലഭിക്കാനില്ല. ഭഗവാനെ സ്മരിക്കുക, ഭഗവത് ഭക്തി ഉണ്ടാക്കുക, അതുമാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവർ അപ്രകാരം ചെയ്യുന്നു. ഭഗവാനാണെങ്കിൽ എല്ലാവരിലും ഒരുപോലെ ഭക്തി ഉണ്ടാക്കുന്ന കരുണാസമുദ്രമാണ്. പല ഇച്ഛയുള്ളവരും പല ഇച്ഛയില്ലാത്തവരും ഒരുപോലെ ഭഗവാൻ, അവർ രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെ ഭഗവാൻ കട്ടെടുക്കുന്നു, അപഹരിക്കുന്നു എന്ന് പറയുകയാണ് ശ്ലോകത്തിൽ. കാരണത്തോട് കൂടാത്തതായ ഭക്തിയും കാരണത്തോട് കൂടിയ ഭക്തിയായും ഉള്ളവരെ
ഹൃദയത്തെ കവരുന്നവനാകുന്നു ഭഗവാൻ. ആത്മാരാമന്മാരായിട്ടുള്ള അവർക്ക് എപ്പോഴും ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നതിലാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എല്ലാം ഉപേക്ഷിച്ചാലും ഭഗവത് ഭക്തി അവർ ഉപേക്ഷിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സൂതർ ശൗനകാദികളോട്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂതാ ഉവാച ആത്മാരാമാശ്ച മുനയോ നിർഗന്ധ അപ്യുരുക്രമേ കുർവന്ത്യഹൈരുഗീം ഭക്തിം ഇത്തം ഭൂതഗുണോഹരി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.